ാണ് ഇപ്പോൾ വിസ്ഡത്തിന്റെ പ്രതിനിധി കൂടിയായ ശ്രീ അബ്ദുൾ ഹമീദ് പകപ്പൂറുണ്ട്. ശ്രീ അബ്ദുൾ ഹമീദ്, ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയപ്പോൾ എന്താണ് ഇങ്ങനെ മതബോധം ഉയരുവാനുള്ള കാരണം? ഇവിടെ ശ്രീ അനിൽ വിളയിൽ പറയുകയായിരുന്നു, ഇത് ഇരട്ടത്താപ്പാണ്, ഇതൊരു മുസ്ലിം വനിത വേദിയിൽ കയറിയതിലുള്ള അസഹിഷ്ണുത കൂടിയാണെന്ന്. ഇത് ഒരു പുതിയ വിവാദമല്ല. നമുക്കറിയാം, ഇത് നമ്മളൊരു കേരളത്തിൻ്റെ തന്നെ ഒരു ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളൊരു വിവാദമാണ്. അതിൽ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിളക്ക് കൊളുത്തുന്ന ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ചടങ്ങിനെ മുസ്ലിങ്ങൾ മാത്രമല്ല എതിർത്തിട്ടുള്ളത്. EMSനെ പോലെയുള്ള, നായനാരെ പോലെയുള്ളവർ അതിന് തയ്യാറായിട്ടില്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന സുധാകരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായത് നമുക്കറിയാം. അപ്പം അതെല്ലാം തന്നെ നിലവിലുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള സ്വഭാവത്തിന് അത് വിരുദ്ധമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു വിളക്കിൻ്റെ വിവാദമേ അല്ല. നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ ഒരു റൂമിൽ ലേറ്റ് പോയപ്പോൾ അവിടെ സ്വിച്ച് ഇടാൻ പാടില്ല, അവിടെ ഇരുട്ടന്നെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നുമില്ല. ഇവിടെ നിലവിളക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു കേവലം ഒരു രാജ്യത്ത് എല്ലാ മതസ്ഥരും ഒരുപോലെ അംഗീകരിക്കുന്ന, എല്ലാ മതസ്ഥരും ഒരുപോലെ സ്വീകരിക്കേണ്ട ഒരു സാംസ്കാരിക ചിഹ്നമാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് വെറൊരു സംസ്കാരവുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നും പറഞ്ഞു വയ്ക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനു മുൻപ് മറ്റാരുമായിട്ട് വിവാദം ഉണ്ടാകരുത്. അദ്ദേഹം തന്നെ പറഞ്ഞു, അബ്ദുറബ്ബു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, വിളക്ക് കൊളുത്താത്തതുമായി ബന്ധപ്പെട്ട് വിവാദം. അപ്പോൾ അവിടെ ഒരിക്കലും അത് മുസ്ലിം ഒരു സ്ത്രീയുടെ വിഷയമൊന്നുമല്ല. അല്ല, മുസ്ലിം പള്ളികളിലെ കാര്യം ഇവിടെ പറഞ്ഞു അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞിരുന്നു ശ്രീ അബ്ദുൾ ഹമീദ്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇതിനെ എതിർക്കുന്നവർ എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സംഘടനയും, ഒരു ഇസ്ലാമിക സംഘടനയും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു ഫത്വയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഏകീകൃതമായിട്ടുള്ള സ്വഭാവമാണ് ഉള്ളത്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഇത് ആ രീതിയിൽ എതിർക്കുന്നതിൻ്റെ പിറകിലുള്ള ഒരു താല്പര്യം എന്താണ് എന്നുള്ളത് പൊതുവായി നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. ഒരു മതത്തിന് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് അത്തരത്തിൽ ഒരു നിലവിലുള്ള ഒരു ചടങ്ങ് ആദർശപരമായ കാര്യങ്ങൾ കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു നിലയ്ക്കും പ്ലൂറലിസം അല്ലല്ലോ, അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടൊരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതായത് താങ്കൾ ഇതിനെ ഭരണഘടനയുമായിട്ട് പോലും ബന്ധിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയാണെന്ന് തോന്നുന്നു. അതായത് തൻ്റെ വിശ്വാസത്തിൽപ്പെടുന്ന കാര്യമല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അവകാശവും ഉണ്ട് എന്ന രീതിയിൽ അല്ലേ? അല്ലാതെ ബഹുമാനപൂർവം, അനുഭാവപൂർവം മനസ്സിലാക്കി ഒഴിവാക്കപ്പെട്ടതാണ്. കാരണം ഇത് ചെയ്യാതിരുന്നത് കൊണ്ട് നമ്മുടെ ഒരു രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ വലിയ തോതിൽ എന്തോ അപകടം സംഭവിക്കും എന്ന രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടതില്ല. കാരണം ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രകടമായി ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്നാമതായിട്ട് എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. അപ്പം നമ്മൾ ഐശ്വര്യം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദിവ്യത്വം പ്രതീക്ഷിക്കുന്നത്, മറ്റു രീതിയിൽ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം തന്നെ ഈ ഏകനായിട്ടുള്ള ദൈവത്തിൽ നിന്നാണ്. മറ്റ് ഒരു കാരണവും, ഇപ്പം നമ്മൾ ഒരു ചരട് കെട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ ആ രീതിയിൽ അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ അതിനെയും നമ്മൾ എതിർക്കും. എന്തുകൊണ്ടാണ്? റിബൺ കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഏകദൈവം ഒലിച്ചു പോവോ? അല്ല, അതിൽ നിന്നൊരു ഐശ്വര്യം പ്രതീക്ഷിച്ചാൽ, അതിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ, അതുകൊണ്ടൊരാപത്ത് തടയാമെന്ന് കരുതിയാൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാം നൽകുന്ന ഏകനായിട്ടുള്ള ദൈവം അതിന് അങ്ങനെ ഒരു നിദാനം വെച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ ഫാത്തിമ തഹ്ലിയയുടെ കാര്യം പറഞ്ഞാൽ അവരും യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാം മത വിശ്വാസി തന്നെയാണ്, ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വനിതയാണ്. അവർക്കും ഇക്കാര്യങ്ങൾ അവരെയും മതപണ്ഡിതന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരിപ്പോൾ ഈ പൊതുസമൂഹം ഏത് രീതിയിലാണോ ഇതിനെ കാണുന്നത്, ഒരു സാംസ്കാരിക പ്രതീകമായിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നതിനെ കാണുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു. അവർ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അല്ലാതെ അവർ, അതായത് സമൂഹത്തിലെ എല്ലാ
മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും പ്രതിനിധിയാണ്, ഒരു വിഭാഗത്തിന് മാത്രം വോട്ട് കൊണ്ട് ജയിച്ച ആളുമല്ല. അങ്ങനെ ഒരാൾ ഇത് ചെയ്യുമ്പോൾ, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ, അത് നിങ്ങളാണ് അവിടെ ചെറുതായി പോകുന്നത്. അവിടെ ഈ സാംസ്കാരിക പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നു അല്ലാതെ കാരണം വിളക്ക് കൊളുത്തണം എന്ന് എന്ന് പറയുന്ന ആളുകളല്ലേ അടിച്ചേൽപ്പിക്കുന്നത്. അല്ല, ഇവിടെ ഫാത്തിമ തെഹലിയ നിങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത്. കത്തിക്കരുത് എന്ന് പറയുന്നതോടാണ് അടിച്ചേൽപ്പിക്കുന്നതിനോട് എതിർപ്പുള്ളവരുണ്ടാകും. മതവിശ്വാസികൾ എന്ന നിലയിൽ ഇത് മതമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതാണ് മതമായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. അത് രാഹുൽ ഈശ്വർ പറയണ്ട. ഇത് മതമായിട്ട് ശരി, എന്താണ് ആരിഫ്, എന്താണ് മതവുമായിട്ട് എന്താണ് ബന്ധം? ഇത് ആൾ പറഞ്ഞല്ലോ, ഇത് ഷിർക്കാണ്. ഈ പറയുന്ന വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഷിർക്കാണെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഇവിടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, തഹ്ലിയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. തഹ്ലിയ അത് ചെയ്തത് ശരിയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അടിച്ചേൽപ്പിക്കുന്നത് ഇവിടെ കത്തിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത്. ഇവിടെ കത്തിച്ചത് ഒരാളുടെ സ്വമേധയ തെരഞ്ഞെടുപ്പാണ്. കത്തിക്കരുത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അടിച്ചേൽപ്പിക്കൽ. ആരിഫ്, ഞാൻ അവസരം തരാം. അബ്ദുൽ ഹമീദ് ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. അദ്ദേഹത്തിന്റെ ഇടയിൽ കയറിയതാണ്, ഞാൻ തന്നെയാണ് അത് ഇടയിൽ കയറിയത്. ശരി, അബ്ദുൽ ഹമീദ് പറഞ്ഞു നിർത്തിക്കോളൂ താങ്കൾ. അപ്പൊ ഇതിൽ ഒരു എന്തെങ്കിലും ദിവ്യത്വമോ സ്തുതിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഐശ്വര്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസപരമായി ആദർശപരമായിട്ട് എതിർക്കപ്പെടും. അപ്പൊ ആ അർത്ഥത്തിലാണ് മതസംഘടനകൾ ഇവിടെ ഇതിനോട് നിലപാട് സ്വീകരിച്ചത്. അതിൽ പ്രത്യേകിച്ചൊരു തെറ്റില്ല. ഇതൊരു വ്യക്തി കാരണം ഒന്ന് പറഞ്ഞിട്ട്, ചിലര് ചെയ്യുമ്പോൾ, ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ എതിർക്കുന്നില്ല, ചിലർ ചെയ്യുമ്പോൾ മാത്രം എതിർക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അന്നേരം രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന സമീപനം അത്ര ശരിയാണോ? യൂസഫ് അലി വിളക്ക് കത്തിച്ചാലും മമ്മൂട്ടി വിളക്ക് കത്തിച്ചാലും നിങ്ങൾക്ക് യാതൊരു വിധമായ എതിർപ്പും നിങ്ങളുടെ പത്രപ്രസ്താവനയും പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നില്ല. ഈ പെൺകുട്ടി, നിങ്ങളൊരു സ്റ്റേജിൽ കയറിയ ഒരു പെൺകുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയ വിഭാഗമാണ് നിങ്ങൾ. ഈ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി പരപുരുഷന്മാരോടൊപ്പം വോട്ട് പിടിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? മിണ്ടാൻ വയ്യായിരുന്നോ? അത് ഇസ്ലാമികമല്ലായിരുന്നോ? പലിശ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാനിനകത്ത്. ആ പലിശയ്ക്ക് പലിശ കൊടുക്കുന്ന, പൈസയ്ക്ക് മേടിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അന്നേരം വ്യക്തികൾക്കനുസരിച്ച് വേഷം കിട്ടുന്ന നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. എല്ലാവർക്കും ഒരേ നിയമമാണ് എന്നുണ്ടെങ്കിൽ യാതൊരു വിധമായ കുഴപ്പമില്ല. ഇത് ചിലരോട് പ്രീണനവും ചിലരോട് എതിർപ്പും എന്നുള്ളതിനകത്താണ് ഇരട്ടത്താപ്പ്. ശരി ശരി, അബ്ദുൽ ഹമീദ് ഒരു വലിയ അപാകത ഉണ്ട്. ഒരു കാര്യം പറയാം, ഒരു അപാകത ഉണ്ട്. അതെന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഫാത്തിമ തെഹലിയ ഇത് വിളക്ക് കൊളുത്തിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള വിസ്റ്റവും അല്ലെങ്കിൽ KNM-ഉം ബാക്കി എല്ലാവരും ചേർന്ന് എതിർക്കുകയും ചെയ്തിട്ടില്ല. ഈ വിഷയം വിവാദമാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. നമുക്ക് ഇതേ നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയല്ലേ വിവാദമായത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.